200 കിലോ ഭാരം വന്ന സ്രാവിനെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കാൻ പെടുന്ന പാടാണ്ടി കാണുന്നത്. ഇതിന്റെ പല്ലൊക്കെ നോക്കി. ഹേ നമസ്കാരം. ഒരുപാട് ഡോൾഫിൻ കുട്ടന്മാർ നമ്മൾ വലയിടാൻ പോകുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ മുമ്പിലൊന്ന് കളിച്ചുകൊണ്ടിരിക്കേണ്ട. വെൽക്കം ടു ഗിൽനെറ്റ് ബോട്ട് ഫിഷിംഗ് ഡേ 9. ഇന്നത്തേക്ക് നമ്മൾ കടലിലേക്ക് വന്നിട്ട് 22 ദിവസമായിട്ടാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഇനി 2 ദിവസം കൂടി നമ്മൾ പണിയെടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ നാട്ടിലേക്ക് പോകട്ടെ. അതായത് ഏകദേശം 4 ദിവസത്തോളം വേണം നാട്ടിലെത്താനായിട്ട്. രാവും പകലുമില്ലാണ്ട് നിർത്താണ്ട് ഓടിച്ചാൽ മാത്രമേ നമ്മൾ തൂത്തുക്കുടിയിലെത്തോട്ടെ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്, കൊച്ചിയിലേക്കല്ലട്ട പോകുന്നത്. സമയം ഏകദേശം ഒരു 5 മണിയായപ്പോഴേക്കും നമ്മൾ നേരെ വല കടലിലേക്ക് തട്ടിയട്ടാ. ഏകദേശം ഒരു 5:30-6 മണിയോളം ആയിട്ടാണ് ഞങ്ങൾ വലയിടുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വെയിലൊന്നും ഉണ്ടായില്ലട്ടാ. പടിഞ്ഞാറ് മഴക്കാരുള്ളതിൻ്റെ പേരിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ മഴവില്ലിങ്ങനെ ഫോമായി വന്നിട്ടുണ്ട്. നോക്കി ഇന്നത്തെ ഈ വീഡിയോനകത്ത് ഒരുപാട് വലിയ മീനെ നമുക്ക് കിട്ടിയട്ടാ. അതിൽ മെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് ഫിൻ മാക്കോ ഷാർക്കട്ട ഏകദേശം 200 കിലോളം ഉണ്ടായി ഭാരം. വലിയ മീനുകൾ ഐസ് ചെയ്യാൻ നേരത്ത് വയറ് കീറി കുടലെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലാണ് ഐസ് ഇടുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കാണിച്ചിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം നമുക്ക് കാണാം. നമുക്ക് ഒരുമിച്ചൊരു കടൽ യാത്ര പോവാം. പടിഞ്ഞാറ് മഴയുണ്ടെന്ന് പറയില്ല. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടാ. നല്ല രീതിയിൽ ഇരുണ്ട്, നമുക്കും ചിലപ്പോൾ മഴ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നിലവിൽ നമ്മൾ വലയിടുന്ന സ്ഥലത്ത് 1-2 ഞോട്ടിക്കൽ മാറി വേറെയും കൂട്ടബോട്ടുകൾ ഉണ്ട് കേട്ടോ. വലയിടുന്ന കാര്യമെല്ലാം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 10-11 മണിയോടെ നമ്മൾ ഫുള്ള് വലയിട്ട് കഴിഞ്ഞിട്ടാ. മഴ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയില്ല. ബോട്ടിൻ്റെ പുറത്ത് ഞാൻ കിടക്കിയിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളെയും ഒന്ന് കാണിക്കണം. നോക്കി നല്ല തെളിഞ്ഞ ആകാശവും പൂർണ്ണചന്ദ്രനും അതിൻ്റെ ആ ഒരു വെട്ടം ഇങ്ങനെ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് എന്താ പറയുക, ആ ഒരു കടലിൻ്റെ ഓളപ്പരപ്പുകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഫുൾ സൈലൻ്റ് ആണ്. അങ്ങനെ ഒരു 2 മണിയായപ്പോഴേക്കും ഞങ്ങൾ വല പിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാ. ആദ്യത്തെ സെറ്റ് കട്ടാപ്പെടുത്തപ്പോൾ തന്നെ അങ്ങ് ദൂരെ നിന്ന് മീൻ പിടക്കണ പോലെ തോന്നി. അതെ, മീൻ തന്നെയാണ് പിടച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. എന്തോ ഒരു വലിയ മീൻ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. അത് കിടന്നിങ്ങനെ പിടച്ചോണ്ടിരിക്കുകയാണ്. എന്ത് മീനാണെന്ന് അറിയില്ല. അത് അടുത്ത് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ മീൻ തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ കട്ടക്കൊമ്പൻ ട്ടാ. നമ്മുടെ ബ്ലാക്ക് മാർലിൻ എന്ന് പറയും. ഇതങ്ങനെ ജീവനോടെ തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രം ഉണ്ടാകും. ഇതിപ്പോൾ കുടുങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഫ്രഷാണ്. ഇതുപോലെയാണ് ഉടക്കുവലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിൽനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡീപ് സീൽ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ വലിയ മീനുകൾ ഉണ്ടാവുന്നത് ഡീപ് സീലാണ്. അങ്ങനെ ആൽബർട്ട് ഇതേ കടലിലേക്ക് ഇറങ്ങിയിട്ടാ. ജീവനുള്ളതിൻ്റെ പേരിൽ നമുക്ക് പൊക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. എങ്ങാനും പിടച്ചു കഴിഞ്ഞാൽ വലയിൽ നിന്ന് ഊരിപ്പോരും. ആൽബർട്ട് നൈസായിട്ട് പോയിട്ട് അതിൻ്റെ വാലിൽ കുടുക്കിയിട്ടുണ്ട്. കയറ് കെട്ടിയിട്ട് ഇപ്പം മുകളിലേക്ക് കൊടുക്കും. അങ്ങനെ നമുക്ക് അപ്പിയിൽ ഇത് ഇങ്ങനെ കൊളുത്തിയാണ്ട് എടുക്കണം. ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലും അത് അടുത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം പിടക്കലുണ്ടായിരുന്നെങ്കിലും വലയെ കുടുങ്ങി കിടക്കുന്നതിൻ്റെ പേരിൽ ഓവറായിട്ട് നിങ്ങൾക്ക് ഗിൽസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രഷർ കൊടുത്ത് ഓക്സിജൻ്റെ അളവ് ആവശ്യാനുസരണം കിട്ടാണ്ടായി കഴിയുമ്പോൾ ഇത് നിങ്ങൾ മരിച്ചോണേണ്ട വലയിൽ കുടുങ്ങിയവനാണ്ടപ്പോൾ സൈസ് ഇല്ലാന്നാണ്ട് വിചാരിച്ചത്. പക്ഷെ പൊക്കി കയറ്റും തോറും മീനിൻ്റെ സൈസ് നമുക്ക് മനസ്സിലായി വന്നിട്ടാ. 19 കിലോ മേളിൽ ഭാരം ഉണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട്. ഇനി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെകിള ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങണ കാണാൻ പറ്റും കേട്ടോ. ചത്തട്ടിലിട്ട് അങ്ങനെ നോക്കി അതിൻ്റെ വലിപ്പം നോക്കി. പിടക്കണണ്ട. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്ട. ഈ ബോട്ടിനകത്ത് ഞാൻ പോയേക്കണ് പണിക്കാരനായിട്ടല്ല, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാ പോയിരുന്നത്. സാധാരണ ബോട്ടിൽ പോയി വീഡിയോ എടുക്കണ പോലെ അല്ല കേട്ടോ ഇതിൽ വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവരെത്ര നേരം ഉറക്കം നിൽക്കണ്, ഇവരെത്ര നേരം വല പിടിക്കണ്, അത്രയും നേരം നമ്മളും ഉറക്കൊഴിച്ചിരുന്ന് നിൽക്കണുണ്ട്. കാരണം ഏത് വലയിൽ ഏത് സെറ്റ് വലയിലായിരിക്കുള്ളൂ മീൻ വന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവർ പണിയെടുത്ത് കരയിച്ചെല്ലാൻ നേരത്ത് പൈസ കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷേ നമ്മൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് പൈസ കിട്ടുമെന്നുള്ള ഡൗട്ട്ഫുള്ളാണ്. 30 ദിവസം കഴിഞ്ഞ് വരാൻ നേരത്ത് വീഡിയോൻ്റെ ഇൻസൈറ്റ് എല്ലാം കുറയും. അത് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പം ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോന് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്തൊരു കട്ടക്കൊമ്പനും കൂടി വന്നേക്കേണ്ട. ഒട്ടുമിക്ക മീനുകളും ജീവനോടെ ഉണ്ടോ തന്നെ. ഇതിനും ചെറുതായിട്ട് ജീവൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ മാർലിനാണ് കേട്ടോ.
നമുക്ക് സൂക്ഷിച്ച് നോക്കാൻ നേരത്ത് കാണാൻ പറ്റും അതിൻ്റെ ശരീരത്തിലുള്ള ആ ഒരു ബ്ലൂ ഷെയ്ഡ് നോക്കി കണ്ട. നമ്മുടെ ഈ കട്ടക്കൊമ്പൻ തന്നെ, അതായത് ഈ മാർലിൻസ് തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ബ്ലൂ മാർലിൻ ഉണ്ട്, ബ്ലാക്ക് മാർലിൻ ഉണ്ട്, സ്ട്രിപ്പഡ് മാർലിൻ ഉണ്ട്, വൈറ്റ് മാർലിൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ ബോട്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിലിറ്റി ആയിട്ട് കിട്ടുന്ന സാധനം എന്താണോ കൂടുതൽ അതിൻ്റെ വില അവർ ചവിട്ടി കളയോല. ഇപ്പം നമുക്ക് ഈ കട്ടക്കൊമ്പൻ അങ്ങനെ നിലവിൽ ഒട്ടുമിക്ക ബോട്ടുകൾക്കും കിട്ടൽ കുറവാണ്. കരയിൽ നിന്ന് വന്ന ബോട്ടുകളിലൊക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കട്ടക്കൊമ്പൻ അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്കിപ്പോൾ കട്ടക്കൊമ്പൻ 2 കിട്ടിയിട്ടുണ്ട്, അതും അത്യാവശ്യം വലിപ്പമുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. നോക്കി സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ 2 കൊമ്പന്മാരെ കിട്ടിയാണ്. അല്ലാത്തപ്പോൾ 1-2 സെറ്റ് വല കയറി കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ മീൻ വരുള്ളൂ. കാരണം അവസാനം സെറ്റായിരിക്കുള്ള നമ്മൾ ആദ്യം എടുക്കുന്നത്. 2 കൊമ്പന്മാരെ പിടിച്ചുകൊണ്ട് നമ്മുടെ കഥ തുടർന്നുകൊണ്ടിരിക്കേണ്ട. ശരിക്കും ഈ കട്ടക്കൊമ്പൻ്റെ പല്ലുണ്ടല്ലോ, പല്ല് നമുക്ക് മറ്റുള്ള മീനുകൾ വെച്ച് നോക്കാൻ നേരത്ത് വ്യത്യസ്തമായിട്ടുള്ളൊരു പല്ലാണ്ട്. ഇതിന് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ചെറിയ ചെറിയ തരികൾ പോലെ ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട. ഇതിൻ്റെ പല്ല് നോക്കി, ഇതിങ്ങനത്തെ ചെറിയ ചെറിയ തരികളാണ് ഇതിൻ്റെ പല്ലെന്ന് പറയുന്നത്. നല്ല പനിയും ശരീരം വേദനയൊക്കെ അതിൻ്റെ പേരിൽ നേരത്തെ പോയി ഞാൻ കിടന്നിട്ടാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡോൾഫിൻ കുട്ടന്മാർ നമ്മുടെ ബോട്ടിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കിടക്കുന്നുണ്ട്. ബോട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത വലയെടുക്കാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തല കിടക്കുന്ന നോക്കി, ഇതാണ് നമ്മുടെ ജെയിൻ സ്ക്വിഡിൻ്റെ പരന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഡീപ് സീ കിട്ടുന്ന പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൊടുത്ത സ്ക്വിഡല്ല, ഇത് വേറെ ടൈപ്പാണ്ട. അപ്പോൾ അതിനെ രമേശൻ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ അരിഞ്ഞ് നല്ല അലുവ കഷ്ണം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലത്തേക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ജെയിൻ സ്ക്വിഡ് കറിയും കന്നിയും അല്ലെങ്കിൽ ചോറായിരിക്കും. കിഴക്ക് സൂര്യൻ ഉദിച്ചു നല്ല അന്തരീക്ഷപരമായിട്ടുള്ള ക്ലൈമറ്റ്, അതുമാത്രമല്ല എല്ലാ ദിവസവും ചൂര കൂട്ടിയുള്ള ആ ഒരു മടുപ്പ് മാറിക്കിട്ടുമല്ല ഇന്ന് നമുക്ക് കൂന്തൽ കറി കൂട്ടുമ്പോൾ. എല്ലാവർക്കും തികയെന്നുള്ള കാര്യം എന്നിട്ട് ഡൗട്ട്. കാരണം ഒരെണ്ണത്തിന് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പല്ല് ഞാൻ കാണിച്ചു തരട്ടെ. ശരിക്കും നമ്മുടെ ഈ കണവ ജെയിൻ സ്ക്വിഡിൻ്റെ ഒക്കെ പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ്. അതിൻ്റെ ഈ ടെൻറ്റാക്കിൾസ് കട്ട് ചെയ്യേണ്ട, അതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. നല്ല ടേസ്റ്റാണ്. അതെ, ഇതാണ് അതിൻ്റെ പല്ലട്ട. തത്തമ്മനെ കൂട്ടത്തെ പല്ലാണ്ട ശരിക്കുള്ളത്. നല്ല ഷാർപ്പാണ്. ഒരു കടി കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുളഞ്ഞങ്ങോട്ട് കയറോട്ടെ. രമേശണ്ണനും സെൽവം കൂടിയും ജെയിൻ സ്ക്വിഡിനെ നന്നായി കഴിഞ്ഞിട്ട് ഇനി കുക്കറിൽ അടിച്ചെടുക്കാൻ പോകേണ്ട. വേവുണ്ട് ഇതിന്, പക്ഷേ ഓവറായിട്ട് വേവരുത്. ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇത് ചൗ എന്ന് പറഞ്ഞാൽ ആയിപ്പോട്ടെ. നോക്കി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഭംഗിയേട്ടാ. നന്നായിട്ട് കഴുകിയേട്ടാ, 1-2 തവണ കഴുകി അതിൻ്റെ ആ ഒരു പാടെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടാ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, ഉപ്പിട്ട ആവശ്യത്തിന്, പിന്നെ വെള്ളം ഒഴിച്ചിട്ടാ. വെള്ളം അതിന്ന് വരണ്ടേണ് സാധാരണ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് നേരെ അടുപ്പത്തേക്ക് വെക്കേണ്ട. ഇനിയിപ്പോൾ ഇത് വിസിലടിച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് എടുക്കുക. അതേസമയം നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ മുന്നിലേക്ക് പോവാം. അവിടെ എന്തായി കലാപരിപാടികൾ നോക്കണ്ടേ. ഇപ്പോഴാണ് ചൂര വന്നു തുടങ്ങണത്. ഞാൻ ഉറങ്ങുന്ന ടൈമിലൊന്നും ചൂര കിട്ടിയിട്ടുണ്ടായില്ല. വലിയ വലിയ മീനുകളാണ് കിട്ടിയിരുന്നത് കേട്ടോ. ഒരു 5-10 ചൂര വന്നിട്ട് കേട്ടോ. നല്ല വരയും ചൂര, അത്യാവശ്യം സൈസുള്ളതാണ്. വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നമ്മുടെ വലയിൽ കുടുങ്ങി വന്നാണ്ട. ഇവിടെ ഡീപ് സീ കാണുന്ന എല്ലാം വെറൈറ്റി സാധനങ്ങളാണ്. വെറൈറ്റി ക്രീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നോക്കി, ഈ സ്ക്വിഡ് കണ്ട, വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഓർമ്മത്തിനെ കാണുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇത് എന്നെ കണവാ, ഇത് സിഗണ്ടിതാ. കളിയാക്കി പറഞ്ഞേലട്ടാ. അങ്ങനെ ഒരു മീനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കണവയുമല്ല അതുപോലെ സ്ക്വിഡും അല്ലാത്ത രീതിയിലായി കഴിയുമ്പോഴാണ് നമ്മൾ ശിഖണ്ഡി കൂന്തൽ എന്നൊക്കെ പറയണത്. അപ്പോൾ അതിൻ്റെ എന്തോ ചെറിയതാണെന്ന് കൊണ്ടാ അതിനെ നേരെ വെള്ളത്തിലേക്ക് തന്നെ കളഞ്ഞ് നിങ്ങൾ ഈ കടൽ കിടക്കണുണ്ട, പുഴ പോലെയാണ് കിടക്കണേട്ടാ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് ഈ സാധനത്തിനുണ്ട. അതായത് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ലാർവയാണിത്. എന്തോ ലോബ്സ്റ്ററിൻ്റെ അങ്ങനെ എന്തോ സാധനത്തിൻ്റെ, ക്രേഫിഷിൻ്റെ എന്തോ ലാർവയുണ്ട് ഈ കാണുന്നത്. ചിത്രശലഭത്തിന് മെട്ടുകാലിക്കും അതുപോലെ തന്നെ പാറ്റക്കുണ്ടായ ഒരു സാധനത്തിനെ പോലെ ഇരിക്കുന്നുണ്ട്. നോക്കി കണ്ട. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിത് കാണണേട്ടാ. ഇതുപോലത്തെ സാധനങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഡീപ് സീയിലേക്ക് പോകണേട്ടാ. നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച നിങ്ങളെ കാണിക്കാനായിട്ടും. അപ്പോൾ അതായത് ഒരു ചെറിയ പന്നിക്കോലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ചുറ്റും ഇഷ്ടം പോലെ ചെറിയ മീനുകൾ ഓടി കളിക്കുന്നുണ്ട്. അതിനെ നമ്മൾ താവാരാന്നാണ് പറയുന്നത്. വലിയ മീനുകൾ വരാൻ നേരത്ത് അതിന് ചുറ്റും ഉണ്ടാവട്ടെ ഉമ്മാർ. അപ്പോൾ ഇതിനെ ഇടക്ക് വലയിൽ കിട്ടാറുണ്ട്. ഇതിനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കീറി മുറിച്ച് ഉണക്കാനായിട്ട് വെക്കും, ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ട്. രാവിലെ വെച്ച് കഴിഞ്ഞാൽ വെയിലായതുകൊണ്ട് ഒരു ഉച്ച കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയും കിട്ടും. രാത്രിയിലത്തെ കറിക്ക് ഉണക്കമീനും കൂട്ടി ചോറും തിന്നേണ്ട. അങ്ങനെ ആ പന്നിക്കോലനെ നമ്മൾ ബോട്ടിലേക്ക് പൊക്കി കയറ്റിയിട്ട് ഒരു മീഡിയം സൈസായിരുന്നു. നമുക്കൊരു വേസ്റ്റ് മീൻ കിട്ടിയിരുന്നത് കഴിക്കത്തില്ല കേട്ടോ. കാരണം ഏറ്റവും ഡീപ്പി കാണുന്ന മീനാണ്, അതിൻ്റെ കണ്ണൊക്കെ വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതിന് ചുറ്റും ഈ താവാര കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണുണ്ട. കടലിൻ്റെ ആ ഒരു തെളിച്ചം നോക്കി. ഉൾക്കടലിലേക്ക് പോകാൻ നേരത്ത് പുഴ പോലെയാണ് ആ ചേട്ടാ കിടക്കണേന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല കേട്ടാ, കാറ്റില്ല എന്നുണ്ടെങ്കിൽ കടൽ പുഴ പോലെ ഇരിക്കോട്ടെ. വെള്ളത്തിൽ ചെറിയ അനക്കം പോലും ഉണ്ടാവില്ല. നമ്മുടെ ബോട്ട് ഓടിപ്പോയി കഴിയുമ്പോൾ ആ ഒരു ഓളം മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ അടുത്ത സെറ്റ് വാലെടുക്കാനായിട്ട് നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ആടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചെറിയ രീതിയിൽ കാറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ വ്യത്യാസം വന്നേക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് ഇങ്ങനെ കിടക്കോട്ടെ.
ഒരു 3-4 ചൂര ഇപ്പിടുത്ത വലയിനകത്ത് അടുപ്പിച്ച് കയറി വന്നിട്ടാ. വലിയ മീനുകളെല്ലാം തുടക്കത്തിൽ മാത്രം ഉണ്ടായോളാ ദൈവമേന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ്ട ദേവന്നൊരു 3-4 മീനാണ് അടുപ്പിച്ച് വലുത് നമ്മുടെ വലയിൽ വന്നേട്ടാ. ഇത്ര നാളും പോയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നേട്ടാ. നമ്മുടെ വീഡിയോ കാണുന്ന സ്ഥിരം പ്രേക്ഷകരാണെങ്കിൽ നിങ്ങളും അങ്ങനെ ഇരിക്കുള്ളൂ. സ്രാവിനെ കണ്ടിട്ട് കോലാനാണെന്നും പറഞ്ഞിരിക്കുന്നുണ്ടാ. ഇത് നോക്കി ഏകദേശം 200 കിലോളം ഭാരം ഉണ്ടാവട്ടെ. നായ്സുറാന്നാണ്ട ഇവര് പറയണത്. അതായത് ഷോർട്ട് ഫിൻ മാക്കോഷാർ. കാരണം അതിന്റെ പല്ലി പട്ടിനെ കൂട്ടാണ് ഇരിക്കണത്. ജീവനില്ല. അതുകൊണ്ട് ആൽബർട്ട് നേരെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഇനി വലയെന്ന് അതിനഴിച്ചിട്ട് വാലി കുടുക്കി വേണോട്ടോ നമുക്ക് പൊക്കി കയറ്റാനായിട്ട്. കാരണം ഇത്രയും വലിയ മീനെ പിടുത്തം നല്ലോണം കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് പൊക്കി കയറ്റാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ്ട് ഈ കാണുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കാണുന്നവർക്ക് സിമ്പിളാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടട്ടാ. കാരണം ബോട്ട് ഓളത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിയാൻ നേരത്ത് നമ്മൾ അത് നോക്കണം. പിന്നെ ഇവിടെ പതച്ച് നിന്നിട്ട് വേണം ഇതിൻ്റെ വാലിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് നമുക്ക് അപ്പി കൊടുത്ത് പൊക്കി കയറ്റാനുണ്ട്. ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മെ മാറി കൊടുക്കണം. വലിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ പുറത്ത് നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് പതക്കാതിരിക്കാനായിട്ട്, അതായത് സ്വിം ചെയ്യാതെ കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാനൊക്കെ പറ്റും. അങ്ങനെ ഇത്രയും വലിയ സ്രാവിൻ്റെ വാലിൽ കുടുക്കി നമ്മൾ കപ്പിയിലടിച്ചത് ബോട്ടിൽ കയറ്റാൻ പോണേണ്ട. വെള്ളത്തിൽ കിടക്കാൻ നേരത്ത് ഭയങ്കര വലിപ്പം കുറവുള്ള പോലെ ഫീൽ ചെയ്യണ്ടല്ലേ. പക്ഷേ അത്യാവശ്യം വലിപ്പമുണ്ടതേ. ഇത് പൊക്കി കയറ്റുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവട്ടെ ഇതിൻ്റെ വലിപ്പം എന്തോരമാണെന്ന്. One, two, three. One, two. Yellow man, yellow. Let's wangda. Tola. Da, wangda tola. Wangda tola. Da, what yellow? Enna bara. Nodi kaal nodiya. Elake. ആദ്യം വന്ന സ്രാവിനെ പൊക്കി നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറ്റിയിട്ട. ഇനിയും പുറകിൽ ഒരു 3 മീൻ കിടക്കേണ്ട. അത് കഴിഞ്ഞ് വന്ന് ഒരു പന്നിക്കോലാനുണ്ട. അത് വലിയ വലുതൊന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം സൈസ് പന്നിക്കോലാനുണ്ട വന്നത്. അതിനെ പൊക്കി നമ്മൾ ബോട്ടിലേക്ക് കയറ്റി. പിന്നെ ഈ മാക്കോ ഷാർക്കില്ലേ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ മാക്കോ ഷാർക്ക് കണ്ടിട്ടുണ്ട്. ഷോർട്ട് ഫിൻ മാക്കോ ഷാർക്ക് ആദ്യം ഒരെണ്ണത്തിന് രാത്രി കിട്ടി. പിന്നീട് ഇത് തൊട്ട് അങ്ങനെ പന്നിക്കോലാനെയും മാക്കോനെയും കയറ്റിട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത സാധനം വന്നേക്കാണ്. ഇതാണ് കട്ടക്കൊമ്പനട്ട. അങ്ങനെ അതെടുക്കാനായിട്ട് നേരെ ചാടിയത് മണിയാണ്ട. മണി നേരെ ചാടിയിട്ട് നേരെ നമ്മൾ ഷാർക്കിൻ്റെ കാര്യത്തിൽ ചെയ്ത സെയിം പരിപാടി തന്നെയുണ്ട ഇതിലും ചെയ്ത്. നേരെ റോപ്പ് വാലുമ്മ കുടുക്കി ഊരാ കുടുക്കിട്ടിട്ട് പൊക്കി കയറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നേരെ അത്യാവശ്യം വലുതാക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പിയിലടിച്ചിട്ടോ. 70% കടലാണ്, അതായത് വെള്ളമാണ് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം ഒരു 3% 5% പോലും നമ്മൾ ഈ ഓഷ്യൻ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ എത്താൻ പറ്റാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ കാരണമാണ്. അപ്പോൾ ശരിക്കും എന്തൊക്കെ തരം ജീവികളും അതുപോലെ തന്നെ എന്തൊക്കെ തരം മീനുകളായിരിക്കുള്ളൂ ഈ കാണുന്ന കടലിലുണ്ടാവണല്ലേ. ശരിക്കും ഇതുപോലത്തെ ഗിൽനെറ്റ് ബോട്ടുകളിൽ പോകുമ്പോഴേ നമുക്കത് കാണാനായിട്ടുള്ള ചാൻസ് കൂടുതലായിട്ട് കിട്ടുള്ളൂ. കാരണം ഇവരാണ് ഏറ്റവും ഡീപ്പിൽ പോണേട്ടാ.
അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണാനായിട്ടുള്ള ഇപ്പം ഇൻ കേസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ബോട്ടിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റി മീൻ നമ്മുടെ ബോട്ടിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ പിടിച്ച ഒരു മാക്കോ ഷാർക്കിനെ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണ ഒരു കാഴ്ചയുണ്ടാണ് നിങ്ങളിനി കാണുന്നത്. ശരിക്കും എത്രത്തോളം പാടുപെട്ടാണ് ഇവർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണേന്ന് നോക്കിക്കോട്ടെ. കപ്പിയിൽ ചാമ്പി നമ്മുടെ ബോട്ടിന്റെ സ്റ്റോർ റൂമിന്റെ പെട്ടിയുടെ അവിടം വരെ എത്തിച്ചിട്ടാണ്. ഇതിന്റെ പല്ല് നോക്കി ഭയങ്കര ഭയാനകം തന്നെയാണ്. ഇതിന്റെ വായിലാണ്ട നമ്മ ഹുക്കിട്ടാണ്. ഇത് കഴിക്കില്ല, ഇത് മെഡിക്കൽ പർപ്പസിനാണ്ട പോണത്. സ്രാവിനെ സ്റ്റോറിലേക്ക് ഇറക്കാൻ പോകുമ്പോഴേക്കും അടുത്തൊരു മീൻ നമ്മുടെ വലയിൽ കുടുങ്ങിയിട്ട. വേറൊന്നുമല്ല, ഒരു പന്നിക്കോല തന്നെയുണ്ട. அந்த மண்டு கெடுங்க. கட்டுங்க முடியாது என்று ஒரே പന്നിക്കോലനെ പിടിച്ചിട്ട് നമ്മൾ നേരെ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടാ. ഇനി വലിയ വലിയ മീനുകളാണ് കൂടുതൽ കിട്ടിയണ. ഓരോന്നിനായിട്ട് നമ്മൾ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇറക്കേണ്ട. അതെ, സ്രാവിനെ പൊക്കി സ്റ്റോർ റൂമിലേക്ക് ഇറക്കാൻ പോവേണ്ട. ഇതിനെ പൊക്കാൻ നേരത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മിങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ ചിലപ്പോൾ റോൾ ചെയ്യും. ബോട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ നേരത്ത് സ്രാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കോട്ടെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നോക്കി അത് കീഴെ പോട്. കറക്റ്റായിട്ട് സ്റ്റോറിലേക്ക് ഇറക്കണ സമയത്ത് ഒരു കള്ളത്തരം വന്നു കഴിഞ്ഞാൽ പാടി ആട്ടം ഉണ്ടാക്കേണ്ടത്. നമുക്ക് മീൻ പിടിച്ചിട്ട് കിട്ടണ്ട. ഇതിൻ്റെ ഉള്ളിൽ നോക്കി, എൻ്റെ പൊന്നോ കൊള്ളാല്ലേ. ഈ വായിലൂടെ എന്തോരം മീനുകൾ തിന്നിട്ടുണ്ടാവും. അങ്ങനെ അടുത്ത ട്രൈ ചെയ്യട്ടെ. ഇതിനെ നമ്മൾ ശരിക്കും പൊക്കണം. പൊക്കിക്കഴിഞ്ഞ് ബാക്ക് വാലിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയാലേ ഇറക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുടലും എല്ലാം പോവും. അതുമാത്രമല്ല, ഇതിന് നമുക്ക് ഭക്ഷിക്കാനായിട്ടല്ല, കൂടുതലും ഇതിൻ്റെ ആ ചിറകുകൾ മെഡിക്കൽ പർപ്പസിനാണ്ട് യൂസ് ചെയ്യുന്നത്. ഫുഡായിട്ട് നമുക്ക് കഴിക്കാറില്ല. അതുപോലെ വെട്ടിക്കണ്ടിച്ച് പീസാക്കാറില്ല കേട്ടോ. ഈ മീൻ ടേസ്റ്റ് കുറവാണ്. ഇത്രയും വലിയ സാധനത്തിന് എന്തായാലും ഒരു കള്ളിയിൽ ഇടാനായിട്ട് പറ്റില്ല കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരൊറ്റ അറയിലിടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കിട്ടോട്ടെ. പക്ഷെ എൻ്റെ പൊന്നൊരു ഭയാനകപ്പെടുത്തുന്ന രൂപം. ഇതിനെയൊക്കെ കടലിൽ വെച്ച് നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇത് വാവൊളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിളിയും കിളിക്കൂടും പറഞ്ഞ പോലെ. കാരണം ഇതിൻ്റെ പല്ലേ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ വരുള്ളൂ. ശരിക്കും അത് പൊളിക്കാൻ നേരത്തെ, അല്ലാത്തപ്പോൾ അത് കാണത്തില്ല നമുക്ക്. ഇങ്ങനത്തെ ഒരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു മലയാളം ചാനലിൽ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ശരിക്കും അത്രയ്ക്ക് അടിപൊളി കാഴ്ചകളാണ്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള 2 സ്രാവിനെയൊക്കെ നമുക്ക് കിട്ടും, അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന്. പലവരുടെയും വീഡിയോസിനത് ചെറുതിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഇത്രയും വലുതിനെ കിട്ടിയാണ് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇത്രയും വലിയ സ്രാവിനെ ഞാൻ പറഞ്ഞില്ലേ, ബാക്കിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഏറ്റവും ബാക്കിലേക്ക് നമ്മൾ വലിച്ചുകൊണ്ട് പോയിട്ട് കള്ളിയിലിടണം. വട്ടം ഇങ്ങനെ തറയിൽ തന്നെ ഐസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മീൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഐസ് ഇടാനായിട്ടുള്ള പരിപാടിയുണ്ട്. പിന്നെ ഇതുപോലത്തെ വലിയ വലിയ മീനുകളാണ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ബോട്ടിൻ്റെ സ്റ്റോർ റൂം പടയെന്നും പറഞ്ഞ് ഫില്ലാവട്ടെ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 30 ദിവസവും 32 ദിവസമൊന്നും കടലിൽ കിടക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് മീൻ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വരാം. അങ്ങനെയുണ്ട്. പക്ഷെ എന്താണെന്ന് നോക്കിയേ, ഈ ബോട്ടിൻ്റെ സ്റ്റോർ റൂമിൽ തന്നെ ഇത്ര ടണ്ണോളം ഐസ് ഇരിക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഐസ് ഇല്ലാത്ത കറകളിലേക്ക് മീനിട്ട് അതിൻ്റെ മുകളിൽ ഐസ് അടിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൺ ഭാരമുള്ള ഈ ബോട്ട് താങ്ങണ്ടാവും. ഇതിൻ്റെ എൻജിൻ, അതുപോലെ ഞങ്ങളുടെ അങ്ങനെ ഒരുപാട് വെയിറ്റ് താങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിലും ബോൾട്ടിലോടണം ഈ ഒരു ബോട്ടിലാണ്ട നമ്മ കിലോമീറ്ററുകളോളം താണ്ടി ഈ ഡീപ് സീയിൽ വന്നേക്കണത്. മാക്കോ ഷാർക്കിനെ ഏറ്റവും ബാക്കിലേക്ക് ഒരു കണക്കിന് കെട്ടി വലിച്ച് നമ്മൾ കയറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടാ.
അതിനുശേഷം വയറ് കീറി ക്ലീനാക്കി അതിൻ്റെ കുടലും പണ്ടും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതേ ഒരു പന്നിക്കോലം വലിച്ച് മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കേണ്ടി കാണണം. ഞാൻ കണ്ടെങ്ങനെ പുറത്തുള്ള ആളുകളാണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യണം. അതായത് നമ്മുടെ ഈ ബ്ലാക്ക് മാർലിൻ, ബ്ലൂ മാർലിൻ, സെയിൽ ഫിഷിലൊക്കെ ചൂണ്ടയിൽ പിടിക്കാൻ പോണ ആൾക്കാരുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോനകത്ത് ഇതുപോലത്തെ വലിയ മീനുകളൊക്കെ കിട്ടാൻ നേരത്ത് കുടലും പണ്ടും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നേരെ ഈ സ്രാവിൻ്റെ വയറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഐസ് ചെയ്ത് വെക്കുമ്പോണ്ടല്ലോ അത്രയും ഫ്രഷ് ആയിട്ട് ഇരിക്കുമെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വയറെല്ലാം കീറിൻ്റെ കുടലെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഐസ് ചെയ്ത് നമ്മൾ വെക്കണത്. വലിയ വലിയ മീനുകൾ ഐസ് ചെയ്യണത് കാണാത്തവരുണ്ടെങ്കിൽ ഇതേ കണ്ടോട്ടാ. നമ്മുടെ പന്നിക്കോലാൻ്റെ വയറെല്ലാം കീറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വയറിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഐസ് എടുത്ത് അങ്ങോട്ട് പൊത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ സംഭവം സെറ്റ്. Sama. Laita. Hari yang masih udah. Ais cambio. Ini muka ini tadi cuma ada pun. Lalu puyel pada batu itu alki pada mau. Bon. Barang. அப்போதே அப்படிதான் இருந்தது. அது சும்மா கீழே தட்டா நாளி உள்ள போட்டுருக்கோம். அப்படி கீழே தட்டு. கீழே வரது. எல்லி. ഓരോ മീനുകളുടെയും വയറിൻ്റെ ഉള്ളിൽ ഐസ് നിറച്ച് സെറ്റ് ചെയ്ത് ഓരോ അറകളിലേക്ക് എടുത്തി കഴിയുമ്പോഴേ അടുത്ത മീനുകൾ അതിങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ കയറി കെട്ടി ഇങ്ങനെ എടുത്തരോട്ടാ. മീൻ സ്റ്റോർ ചെയ്യണ കാണിച്ച് അതുപോലെ വലിയ മാക്കോ ഷാർക്കിനെ പിടിച്ച് കാണിച്ച് എന്തിയാ നിങ്ങളുടെ സ്ക്വിഡ് കയറി അതിനെപ്പറ്റി പലരും ചിന്തിക്കണ്ടാവും. അടുപ്പത്ത് പുഴുങ്ങാൻ വെച്ചിട്ട് സാധനം എവിടെയെന്ന് പലരും ചിന്തിക്കണ്ടാവട്ടെ. പേടിക്കണ്ട, ഓഫ് ചെയ്തിട്ടാണ്ട് വന്നത്. അതെല്ലാം കൂടി നമുക്ക് അടുത്തൊരു കിടലിന് എപ്പിസോഡായിട്ട് കണ്ടാലോ. വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ.